റീസെന്റ് ഞാൻ ഒരു ചാനലിൽ പോയിട്ട് ഒറ്റക്കമ്പിനാഥം പാടിയിട്ട് കമന്റ് എടുത്ത് നോക്കിയപ്പോ പൊങ്കാല. മോഹൻലാൽ പറയുന്ന കാര്യം ചീത്ത കളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ മാളിപ്പുറം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഒരു അജണ്ട, അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ആണോ RSS ആണോ, ഇങ്ങനത്തെ വർത്താനം ഒന്നും ഇഷ്ടമല്ല. ഭയങ്കര വൃത്തിയുള്ള ഭാഷാശുദ്ധി ഭയങ്കര. അപ്പോ അങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു 100 കമന്റ്സ് വന്ന പോലെ എനിക്ക് തോന്നി. അച്ഛൻ ആ സമയത്ത് എഴുതുന്ന പാട്ടുകൾ, ഞാൻ ഹെൽപ്പ് ചെയ്ത പാട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ മോശമായി കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ പൂക്കണം. അത് സംഭവിച്ചതല്ലേ, നമ്മൾ സംഭവിപ്പിച്ചതല്ലല്ലോ. അപ്പൊ ഞാൻ അതിലാണ് ബിലീവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണ് എൻ്റെ വിഷയം, ഏതിൽ കൂടെ എന്നുള്ളത് വിഷയമല്ല. ഇപ്പോൾ പല ആൾക്കാർക്കും വേദി കിട്ടുന്നുണ്ട് സ്വയം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ചില ആൾക്കാരൊക്കെ പല പാട്ടുകളും മിക്സ് ചെയ്ത് പാടുന്നതും, അത് നമ്മളൊരു തമിഴ് പാട്ട് തുടങ്ങും, എന്നിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇംഗ്ലീഷ് പാട്ടിലേക്ക് അത് പോയി അങ്ങനെ പാടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ചില ആൾക്കാർ മ്യൂസിക്കിനെ വളരെയധികം മനോഹരമായിട്ട് വലിച്ചു കീറുക എന്ന് പറയില്ലേ, അതായത് ഇതിങ്ങനെയാണ് ഇതങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന, അത് നല്ല രീതിയിലും ഉണ്ട്, വളരെ വികൃതമായ രീതിയിലും നമുക്ക് മനസ്സ് വിഷമിക്കുന്ന രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ട്രെൻഡുകളെ, പുതിയ ട്രെൻഡുകളെ, അതായത് പിന്നെ അതുപോലെ തന്നെ ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ടാണ് അവർ, നമ്മളൊക്കെ ആണെങ്കിൽ പണ്ടത്തെ സമയത്ത് ഒരു അൺപ്ലഗ്ഡ് വേർഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആ നമ്മുടെ ഒരു വേർഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെങ്കിലും സമയം വേണം. ഇതിപ്പോൾ സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു കീബോർഡ് സൈഡിൽ വെച്ചിട്ട് കുട്ടികൾ പാടുന്നതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ട്രെൻഡ്സിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ട്രെൻഡ്സ് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ട്രെൻഡ്സ് എപ്പോഴും അപ്ഡേറ്റഡ് ആകുമ്പോഴാണല്ലോ ട്രെൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡിൻ്റെ പുറകെ മാത്രം പോകാൻ പറ്റില്ല, പക്ഷേ ആ ട്രെൻഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ആ റീൽസിൽ കൂടെ പാട്ടിൽ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഹുക്ക് ലൈൻസും കാര്യങ്ങളും, ഹുക്ക് സ്റ്റെപ്സ് സെറ്റ് ചെയ്യുന്നു, പർപ്പസ്ലി സെറ്റ് ചെയ്യുന്നു, ഫോഴ്സ്ഫുള്ളി സെറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് ഈ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. തനിയെ ഹുക്ക് ഉണ്ടാവുന്നതും ഫോഴ്സ്ഫുള്ളി സെറ്റ് ചെയ്യേണ്ടി വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ് വശം. റീലിന് വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യം നെഗറ്റീവ് വശം തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഹുക്ക് ഉണ്ടായി മാറുമ്പോൾ, അത് റീലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്ക് റീച്ച് കൂടുന്നുണ്ട്, നമ്മുടെ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കണം. അതെ. ഇപ്പൊ ഒരു അച്ഛനെ പോട്ടെ, അച്ഛനെ കാര്യം തന്നെ വേണമെന്നില്ല, അമ്മയായപ്പോലും അമ്മയുടെ ഒരു ഇമോഷൻ വെച്ച് റീൽ ഉണ്ടാക്കുമ്പോൾ നങ്ങേലിപ്പൂയുടെ പാട്ടെടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഇടുന്നുണ്ട്. നമ്മളത് ചെയ്യണം പറഞ്ഞിട്ടാണോ പൂമത്തോളം ഉണ്ടാക്കുന്ന സമയത്ത്? എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റാഗ്രാം ഒന്നും ആക്റ്റീവ് ആണെന്ന്, അല്ലെങ്കിൽ ഇത്രയൊന്നും റീൽസ് ഒന്നും പരിപാടിയില്ല. അപ്പോൾ ഇപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ പൂമത്തോളി ഇടുന്നില്ലേ, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ പൂമത്തോളി ഇടുന്നില്ലേ, അല്ലെങ്കിൽ വിദൂരെ എന്ന് പറഞ്ഞിട്ടല്ലേ ഏത് സങ്കടകരമായിട്ടുള്ള അവസ്ഥകളും ആൾക്കാർ റീൽ പലപ്പോഴും മോസ്റ്റ്ലി വിദൂരെ എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. അപ്പോൾ അത് സംഭവിച്ചതല്ലേ, നമ്മൾ സംഭവിപ്പിച്ചതല്ലല്ലോ. അപ്പം ഞാൻ അതിലാണ് ബിലീവ് ചെയ്യുന്നത്. ഒന്നും സംഭവിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അതിനെ ഏറ്റവും ആ പറഞ്ഞ സ്റ്റെല്ലയുടെ മരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാധനം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ റീലിലായിരിക്കാം ശ്രദ്ധിക്കപ്പെടുന്നത്, യൂട്യൂബിലായിരിക്കാം ശ്രദ്ധിക്കപ്പെടുന്നത്, സ്പോട്ടിഫൈയിലായിരിക്കും ശ്രദ്ധിക്കപ്പെട്ടോളും. ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണ് എൻ്റെ വിഷയം, ഏതിൽ കൂടെ എന്നുള്ളത് വിഷയമല്ല. ഇപ്പോൾ സുമതി വളവ് എടുക്കുകയാണെങ്കിൽ, സുമതി വളവ് പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ഒരു പേരല്ലാത്തതുകൊണ്ടും അത് നമ്മൾ കുറച്ച് പ്രേക്ഷകരുടെ ഭാഗത്തും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. നമ്മൾ ഇതും പ്രതീക്ഷയായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ പോവുക, പക്ഷേ ചിലപ്പോൾ ഒരു കാണുന്ന പോലും ഉണ്ടാവില്ല, റിവ്യൂസ് പോലും കാണുന്നു, ഇൻ്റർവ്യൂസ് പോലും കാണുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ആ സുമതി വളവിൻ അവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരും. മ്യൂസിക് ഡയറക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് അതാവാനും പാടില്ല, എന്നാൽ ഇതിങ്ങനെ ആവുകയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് തരണം ചെയ്തത്, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടത്? സുമതി വളവിൻ്റെ തീം സുമതി വളവ്. പക്ഷെ അത് കഥ വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലാവുമല്ലോ. അതൊരു ഈ പേടിപ്പിക്കുന്ന ഒരു സിനിമ മാത്രമൊന്നുമല്ല, പേടിയുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊരു ഫൺ റൈഡും കൂടെയാണ്. അതിൽ റൊമാൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാമിലി പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്ന ഒരുപാട് ഇമോഷൻസും നാട്ടുംപുറവും 90s വൈബും ഒക്കെ ഉള്ളൊരു സിനിമയാണത് ആക്ച്വലി. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ ഇപ്പോൾ 90s വൈബുള്ള ഈ പറഞ്ഞ റൊമാൻസും ഫാമിലി കൾച്ചറും ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പും ഫണ്ണൊക്കെ ഉള്ളൊരു സിനിമയും കൂടെ ആവുമ്പോൾ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ ഭീതി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് മാത്രമല്ലല്ലോ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പേടിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമായിരിക്കും. പക്ഷെ അത് മാത്രം നമ്മൾ ഫോക്കസ്, ഇപ്പോൾ ഭ്രമയുഗം പോലെ അല്ലെങ്കിൽ ഭൂതകാലം പോലെ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൽ മാത്രം അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന പടങ്ങൾ പോലെ
സുമതി ചിന്തിക്കാൻ പറ്റില്ല. സുമതി കുറച്ചും കൂടെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ചിത്രീകരിച്ച കുറച്ചും കൂടെ ഒരുപാട് ലേയേഴ്സ് ഉള്ള സിനിമ, കുറച്ചും കൂടെ ലേയേഴ്സ് ഉണ്ട്, കുറച്ചധികം ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേറൊരു ചിന്തയാണ്, വേറൊരു സെൻസ് ഓണാക്കി ഇടണം. നമ്മൾ ഒരു വലിയൊരു മ്യൂസിക് ഹിസ്റ്ററി ഉള്ള ഒരു നമ്മൾ ഫിലിമിനെ വിട്ട് കഴിഞ്ഞാൽ, ഫിലിമിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മ്യൂസിക് ഹിസ്റ്ററി ഉള്ളൊരു ഇതാണ് നമ്മുടെ മോളിവുഡ് എന്ന് പറയുന്നത്. ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ വരണമെങ്കിൽ അതെല്ലാം കേട്ട് തന്നെയാണ് രഞ്ജിനും വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗുരുക്കന്മാരാണ്. ആരും വന്ന് പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ പോലും, അപ്പോൾ ബാബുക്കായാലും ആരായാലും നമ്മൾക്കത് ഓട്ടോമാറ്റിക്കലി ഗുരുക്കന്മാരാണ്. ആ അനുഭവം, ആ പാട്ടൊക്കെ ചില സമയത്ത് രഞ്ജൻ പാടുമ്പോൾ അതിൻ്റെ തനിമ എന്ന് പറയില്ലേ, അത് എങ്ങനെയാണോ ബാബുക്ക പാടിയിരിക്കുന്നത് അതുപോലെ പാടാൻ ശ്രമിക്കുകയല്ല, വരുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പഠിത്തം അറിയാണ്ട് നമ്മളിപ്പോൾ ഏകലവ്യനൊക്കെ പഠിച്ചു എന്ന് പറയുന്ന പോലെ ആ ഒരു പഠിത്തം കേൾവിയാണ് ആക്ച്വലി കൂടുതൽ. നമ്മൾ ഈ പറഞ്ഞ ടേപ്പ് റെക്കോർഡറുള്ള കാലം, ടേപ്പ് റെക്കോർഡിൽ കേൾക്കുന്നു, റേഡിയോയിൽ കേൾക്കുന്നു, വാക്ക്മാനിൽ കേൾക്കുന്നു. അപ്പോൾ ആ ചെറുപ്പം അതാണല്ലോ, നമ്മുടെ ചൈൽഡ്ഹുഡ് അതാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേൾവി, രാത്രി കിടക്കുമ്പോഴൊക്കെ അച്ഛൻ ഏറ്റവും കൂടുതൽ പാട്ട് വെച്ചിട്ടാണ് ഉറങ്ങാറുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ആ കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അച്ഛൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെലഡി മാത്രമേ കേൾക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പലവടിയും പറയാറുണ്ട്, അമ്മ എന്നെ ഭയങ്കരമായിട്ട് മ്യൂസിക് ഇതാവാൻ, പക്ഷെ അച്ഛൻ്റെ ഇഷ്ടം ഉറപ്പായിട്ടും ആ DNA എനിക്ക് കിട്ടുമല്ലോ. അച്ഛൻ മെലഡി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം ഈ റെക്കോർഡിങ്ങിൻ്റെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാലമായിരുന്നു. ടേപ്പ് റെക്കോർഡ്, കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കും. അച്ഛൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഗീതം എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് പാലക്കാട്. ഗീതത്തിലാണ് അച്ഛൻ റെക്കോർഡിങ്ങിന് കൊടുക്കുക. അപ്പം അച്ഛൻ ചിൽ റെക്കോർഡിംഗ് എന്നൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. അതായത് കുറച്ച് ഹൈ ഫ്രീക്വൻസി കൂട്ടിയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് അച്ഛൻ ആവശ്യം. അപ്പോൾ പാട്ടിൽ എഴുതി കൊടുക്കും. അപ്പോൾ ചില സമയത്ത് ഞാനും ഹെൽപ്പ് ചെയ്യും പാട്ടിൽ എഴുതി. എനിക്ക് തോന്നുന്നു 60 മിനിറ്റ്സിൻ്റെ കാസറ്റ് ഉണ്ടല്ലോ, അതിൽ എത്ര 15 സോങ്സ് 12 സോങ്സ് എന്തോ, 90 ആകുമ്പോൾ അത് 15 സോങ്സ് 18 സോങ്സ് എന്തോ തോന്നുന്നു. അപ്പോൾ അച്ഛൻ ആ സമയത്ത് എഴുതുന്ന പാട്ടുകൾ, ഞാൻ ഹെൽപ്പ് ചെയ്ത പാട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ മോശമായി കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ പോക്കാണ്. അയ്യോ, ഒന്നല്ല, ചിലപ്പോൾ ആ കാസറ്റ് പിന്നെ അച്ഛൻ ഉപയോഗിക്കുകയില്ല. അപ്പോൾ അച്ഛന് കാസറ്റിൽ പാട്ടുകൾ ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അത്രയും കോൺഷ്യസ് ആയിരിക്കണം. ഒരു തുള്ളി പോലും ഓർക്കസ്ട്രേഷനിലോ മെലഡിയിലോ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു പാട്ടിന് വേണ്ടി കഥോർത്തിരിക്കണം. അപ്പൊ അതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ആലോചിച്ച് നോക്കണം. ആ സമയത്ത് അച്ഛനോടൊക്കെ നല്ല ദേഷ്യം വരും, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ഞാൻ ചെറിയ കുട്ടിയല്ലേ, പക്ഷേ ആ കുട്ടി എടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നല്ലൊരു പാട്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എഴുതി കൊടുക്കുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഉറപ്പായിട്ടുണ്ടാവുമല്ലോ, അതുണ്ട്. പിന്നെ രാത്രി കിടക്കുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും ഭക്തിഗാനങ്ങളായിരിക്കും വീട്ടിൽ കേൾക്കുന്നത്. മയിൽപ്പീലിയും വനമാലയും അല്ലെങ്കിൽ പവിഴമല്ലയും ഒക്കെയാണ്, അല്ലെങ്കിൽ ഉത്തുക്കാട് കൃതീസ് ഒക്കെയാണ് വീട്ടിൽ കേട്ടുകൊണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ ഉറക്കവും എഴുന്നേക്കലും ഓട്ടോമാറ്റിക്കലി കേൾവി സംഭവിക്കുമ്പോൾ തന്നെ ആ ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളരെ സെറ്റായിട്ട് ഫ്രെയിം ചെയ്ത പോലെ, അതായത് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോഴാണല്ലോ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഫോക്കസ് ചെയ്തുള്ള ചിത്രഹാർ, ചിത്രഗീതം, രംഗോലി, ഇതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഓരോ നാഗിനായാലും എന്ത് ഇതായാലും അതിന്റെ മ്യൂസിക്കിന്റെ തുടക്കം നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മളത് പാടുകയും ചെയ്യും. രാമായണം ആയാലും മഹാഭാരതം ആയാലും അതെല്ലാം നമ്മളിങ്ങനെ വേറൊന്നും നമുക്കില്ല ശരിക്കും. ജയ് ഹനുമാൻ, ശക്തിമാൻ, അതൊക്കെ ഓം നമഃ ശിവായ ഡെഫിനറ്റ്ലി. വേറൊന്നും നമുക്കില്ല. അതെ, ജംഗിൾ. വേറെന്താ ഉള്ള ഇപ്പോഴത്തെ പോലെ ഇത്രയും വൈഡ്, ഇത് വേണോ അത് വേണോ. അത് ഈ കമ്പോസേഴ്സിനും ഇത്രയും വൈഡ് സ്കോപ്പ് ഇല്ല. അപ്പൊ അവരും അത്രയും വാല്യൂബിൾ ആയിട്ടാണ് അത് ജംഗിൾ ബുക്കിന്റെ ടൈറ്റിൽ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും അത്രയും വാല്യൂബിൾ ആയിട്ടാണ് അത് കേൾക്കുന്നുണ്ടാവുന്നത്. നമ്മൾ മനസ്സിലേക്കാണ് എടുക്കുന്നത്, അവരും മനസ്സിൽ നിന്ന് തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്. കാരണം അവർക്കും ഈ ഒരു ദിവസം 10-25 പാട്ടുണ്ടാക്കേണ്ട കാര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ എല്ലാം വ്യത്യാസങ്ങളും. അപ്പോൾ എപ്പോൾ ചോദിച്ചാലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം നെഞ്ചിൻ്റെ പാട്ടും കൂടിയാണ്. കാരണം നിങ്ങൾ രണ്ടിൻ്റെ ഒരു മിക്സ് ആണ്, രണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഒരുപോലെ. അതെങ്ങനെയാന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം എനിക്ക് ഈ നമ്മൾ മ്യൂസിക് ഡയറക്ഷനിൽ ഡെഫിനറ്റ്ലി അതിലാണല്ലോ എൻ്റെ ജീവിതം. അപ്പോൾ ആ സമയത്ത് നമുക്ക് സമയപരിധിയോ കാര്യങ്ങളോ ഇല്ല. ഫുള്ളി ഇൻറ്റു വർക്ക് ആയതുകൊണ്ട് ഈ ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടും എനിക്ക് എൻ്റെ ത്രോട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അപ്പോൾ ചിലപ്പോൾ തണുത്ത് കഴിക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഉറക്കം ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ആസ് എ ടെക്നീഷ്യൻ എനിക്ക് അതെല്ലാം ഓക്കെയാണ്. അങ്ങനെ വർക്ക് ചെയ്താലേ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആസ് എ സിംഗർ എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കുന്ന ഒരു സമയമാണ്. കാരണം റീസെൻ്റ്ലി ഞാനൊരു ചാനലിൽ പോയിട്ട് ഒറ്റക്കമ്പിനാഥം പാടിയിട്ട് കമന്റ് എടുത്ത് നോക്കിയപ്പോ പൊങ്കാല. അത് പിന്നെ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അതായത് ഒറ്റക്കമ്പിനാഥൊക്കെ നമ്മുടെ പാട്ടാണല്ലോ. ചിലപ്പോ ഞാൻ സ്റ്റാർ സിംഗറിലുള്ള സമയത്ത് എന്നെ ഇപ്പോഴും ആൾക്കാർ 2007 സിംഗറാണ്. എത്രയായി 15-18 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒറ്റക്കമ്പിനാഥം അന്ന് ഞാൻ പാടിയതിനെ പറ്റി ആൾക്കാർ പറയാറുണ്ട്. ഞാൻ ഒറ്റക്കമ്പിനാഥം നശിപ്പിച്ചെന്ന് പറയുമ്പോൾ ആസ് എ ക്ലാസിക് സോങ്സിന്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്കത് ഭയങ്കര കുറച്ചിലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുൾ ആണ് പാടുമ്പോൾ. പക്ഷെ ഞാൻ ആശ്വസിപ്പിക്കുക ഒരു കാര്യം പറയട്ടെ. പക്ഷെ ഇത് ആശ്വാസമല്ല, ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരിക്കലും കുറച്ച് മാസം മുന്നേ ഇത് തൂഹിരെ അത് അല്ലെങ്കിൽ ഉയിരെ നമ്മുടെ റഹ്മാൻ സാറിന്റെ കോമ്പോസിഷൻ അത് നമ്മൾ കേൾക്കുമല്ലോ. എൻ്റെ എനിക്ക് പാട്ട് അത്രയും കേട്ടാൽ പോരാ, വീഡിയോസ് കൂടി കാണണം. ഒറിജിനൽ വീഡിയോ, പഴയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ വന്നിട്ട് ഈ പൊങ്കാല ഉണ്ടായിരുന്നു. ക്യാൻ യു ബിലീവ് ദാറ്റ്? പക്ഷേ ഈ പൊങ്കാല എനിക്ക് വലിയ വിശ്വാസം തോന്നിയില്ല. കാരണം അത് ഭയങ്കര ഒരു കടന്നാക്രമണമായിട്ട് തോന്നി. കാരണം ഭയങ്കര വൃത്തിയുള്ള ഭാഷാശുദ്ധി ഭയങ്കര. അപ്പോ അങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു 100 കമന്റ്സ് വന്ന പോലെ എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി ഞാൻ പാടിയത് നോട്ട് അപ് ടു ദി മാർക്ക്, പക്ഷേ മോശമായിരുന്നില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് ഈ കമന്റ്സ് എനിക്ക് വേറൊരാൾ ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ, സത്യം ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാലും എന്നെ അഫക്ട് ചെയ്യാറില്ല. പക്ഷെ ഈ പാടിയത് അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. അതിലും ഒരു തുഹിരയുടെ താഴെ വന്നിട്ട് അവര് പാട്ടിനെ മാത്രമല്ല പറഞ്ഞേക്കുന്നത്. അതാണ് ഏറ്റവും കോമഡി. നമുക്ക് അരവിന്ദ് സ്വാമിനെ വേറെ ഏതെങ്കിലും രീതി ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോഴും പറ്റുമോ? പറ്റില്ല. ഇപ്പോഴും പറ്റില്ല. അവര് പറയും ഇങ്ങനെയാണോ പ്രണയിക്കുന്നത്, ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെയാണ് താഴെ കമന്റ്സ് ഇട്ടേക്കുന്നത്. സോ അതൊക്കെ ഭയങ്കര എന്താ പറയാ, എനിക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇതാണ് വഴിയുള്ളത്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും എല്ലാത്തിനും കമന്റ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്നേ വരെ യൂട്യൂബിന്റെ താഴെയോ ഫേസ്ബുക്കിന്റെ താഴെയോ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് എൻ്റെ ഫ്രണ്ട്സിന്റെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പബ്ലിക്കലി വരുന്ന വേറെ ആരുടെയെങ്കിലും ഒരു പാട്ടോ, ഇപ്പോൾ ഒരു ശിവകാർത്തികേയൻ്റെ ഒരു പാട്ട് വന്നു, ഞാൻ പോയിട്ട്, അല്ലെങ്കിൽ അനിരുദ്ധിന്റെ ഒരു പാട്ട് വന്നു, മോണിക്ക സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നു, താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്യാൻ സാധ്യതയില്ല. ഞാൻ കമ്പോസർ എന്ന നിലയിലല്ല പറയുന്നത്, ആസ് എ ഹ്യൂമൻ നോർമൽ പേഴ്സൺ, ലേമാൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ആളാണ്. അപ്പം ഞാൻ പരിചയപ്പെടുന്ന പലരോടും ഞാൻ ചോദിക്കണം, നിങ്ങൾ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ കമന്റ്? അപ്പോൾ ഒരു ഇല്ല, ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതിലൊരു സെറ്റ് ഓഫ് ആൾക്കാർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുമുണ്ട്. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ PR വർക്ക്സ്, പലവരുടെയും പല കാര്യത്തിൻ്റെയും. അപ്പോൾ അതും ഇതിന്റെ പ്രശ്നമാണ്. അപ്പോഴേ നമ്മൾ പറഞ്ഞ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞില്ലേ, ട്രെൻഡിന്റെ ഉള്ളിലത്തെ നെഗറ്റീവ് വശങ്ങൾ അതെല്ലാം. നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കാന്ന് മാത്രമേ. ഇത്രയും വർഷം 18 വർഷം നമ്മുടെ പാട്ട് നല്ല പറയുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ പാട്ടിനെ ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ വ്യക്തമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് പറയാറുണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു യൂട്യൂബിന്റെ താഴെ കമന്റ് കാണുമ്പോൾ അറിയാലോ, ഒരാൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതും ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പോഴേ നമ്മൾ പറഞ്ഞ പോലെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ജെന്യുവൻലി കമ്പോസ് ചെയ്യുന്നതും ഇൻസ്പയർഡ് ആയി കമ്പോസ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇതും ആ പാട്ട് കേട്ട് പറഞ്ഞപ്പോൾ തൂമഞ്ഞ് പോലെ എൻ്റെ കൺഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ഒരു പാട്ട് ഇറങ്ങി, ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ പാടത്തിൽ എനിക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് കിട്ടി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അത് തൂമഞ്ഞു പോലെൻ്റെ കൺപീലിയിൽ തോരാതെ പെയ്യുന്നു നീ, താരാരീരാര താരീരര താരങ്ങളായി നിൻചിരി ദരരാരരാരിരാര ദരരാരരാരിരാര ഉയിരേ തനനാരരീരര. ഒരു പാട്ട് ഇപ്പോൾ വന്നത് വിജയാണ് പാടിയത്. വിജയ് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ആ സോങ്. ഹരിനാരായണന്റെ വരി വേണം, പക്ഷെ വരി പെട്ടെന്ന് എനിക്ക് പാടാൻ ഞാൻ പ്രിപ്പയർഡ് അല്ല. രഞ്ജിൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിക്രമിച്ചിരിക്കുകയാണ് താങ്കള് വീഡിയോ ചെയ്യാൻ. ഭാവമുണ്ട്, പക്ഷെ സ്വയം കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, സമയമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം. കമ്മിറ്റ്മെന്റ്, നമ്മൾ സിനിമകൾ കമ്മിറ്റ് ചെയ്തത് കൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു. അത് സിനിമയുടെ വലുപ്പം ചെറുപ്പം ഒന്നും, എല്ലാ തരം പടങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന മ്യൂസിക് ഉണ്ടാക്കി കൊടുക്കുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്കുള്ള ട്രാവൽ ആയതുകൊണ്ടാണ് എനിക്ക് ബാക്കി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ കുറച്ച് സിനിമകളുടെ നമ്പേഴ്സൊക്കെ ഒന്ന് ഒതുക്കുന്ന ഒരു സമയം വരണമല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ പറ്റണം. അതിലേക്കുള്ള ഒരു ട്രാവലിലാണ് ഇപ്പോൾ.
അപ്പോൾ ആ ജേണി സംഭവിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും, കറക്റ്റായിട്ട് സംഭവിക്കും. ആ ഒരു ജേണിയെ കുറിച്ച് ഇപ്പോൾ പറയാം, കുറച്ചുകൂടി ഇരുത്താൻ വന്നിരിക്കുകയാണ് വാക്കുകൾ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം കാണുമ്പോഴും അതിന് മുന്നത്തെ വർഷം കാണുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് സ്പിരിച്വാലിറ്റി എത്രത്തോളം വന്നിട്ടുണ്ട്, അത് ഇപ്പോഴും എത്രത്തോളം സ്പിരിച്വൽ അല്ല, ഞാൻ റിലീജിയസ് ആണെന്നല്ല, എത്രത്തോളം സ്പിരിച്വൽ? ഒരിക്കലും റിലീജിയസ് അല്ല ഞാൻ. ഒരു രീതിയിൽ എനിക്കത് പറയുമ്പോഴേ പേടിയാണ്. കാരണം നമ്മൾ മാളികപ്പുറം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു അജണ്ട, അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ആണോ RSS ആണോ, എനിക്ക് ഇങ്ങനത്തെ വർത്താനം ഒന്നും ഇഷ്ടമല്ല. നമുക്ക് അങ്ങനെ ഞാൻ ഒരു പാർട്ടി ഒന്നും ബേസ് ചെയ്തുകൊണ്ടൊന്നും സിനിമയോ പാട്ടൊന്നും അങ്ങനെ ഇങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പറ്റും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ പറ്റാൻ പാടില്ല. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്നും മനസ്സിലുണ്ട്, എന്നും അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഈ ഫിസിക്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള തിയറിയും അതൊക്കെ ചെറുതായിട്ടൊന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു ട്രൈ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹൈദരാബാദൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഷിജു ചേട്ടനെയൊക്കെ അറിയാമോ, ബിഗ് ബോസിലുണ്ടായിരുന്നു ആക്ടർ. ഷിജു ചേട്ടനാണ് എന്നെ ഇപ്പോൾ നടക്കുന്ന തെലുങ്ക് പടത്തിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശിവാജി സാറുടെ ഭയങ്കര ക്ലോസ് ബഡിയാണ് ഷിജു ചേട്ടൻ. പണ്ടത്തെ കുറെ നമ്മുടെ സിനിമകളുണ്ടായിരുന്നു. പക്ഷെ ആള് മലയാളത്തിലെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. എനിക്ക് 300-ലധികം തെലുങ്ക് പടം അഭിനയിച്ച ആളാണ്. ഇന്നും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി അവിടുത്തെ. അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത് പുള്ളി. അപ്പോൾ ഷീച്ചേട്ടൻ ഇതിന്റെ ആശാനാണ്. അപ്പോൾ റീസെന്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചത് ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്നെ ഇതിലേക്ക് ഈ ഫിസിക്സിലേക്കും കൂടെ ഈ എൻ്റെ ബിലീഫിനെയൊക്കെ കണക്ട് ചെയ്ത് ഷീച്ചേട്ടൻ തന്നുകൊണ്ടിരിക്കുക റീസെന്റ് ആയിട്ട്. അതൊരു വലിയ കാര്യമാണ്, കറക്റ്റ് അലൈൻമെന്റ് ആണത്. ബാബുക്ക എടുത്തു കഴിഞ്ഞാൽ ബാബുക്കയുടെ ഒരു ഫേവറേറ്റ് സോങ് സുറുമിയെഴുതിയ മിഴികളെ. അത് മാത്രമല്ല കൺമണി നീ ഞാൻ പാടുന്നുണ്ട് ഈ പാട്ട്. കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. 72-ലെ സോങ്ങാണിത്. കുപ്പിവെള്ള എന്ന് പറഞ്ഞ പാട്ടാണ്. ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാം കൃത്യമായിട്ട് ആ വർഷവും ഒക്കെ കൂടെ വരുള്ളൂ. രവീന്ദ്രൻ മാഷാണെങ്കിലോ? രവീന്ദ്രൻ മാഷിന്റെ ഇന്നും എന്റെ കണ്ണുനീരിൽ ഞാൻ അതും പാടിയിട്ട് തോന്നുന്നു വീണ വന്ന ഇന്റർവ്യൂ തന്നെ. പക്ഷേ ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ. നിർത്തമാണ് എൻ്റെ ഒരു പാടി അതങ്ങ് നിർത്തുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഞാൻ എല്ലാം പോകുന്നില്ല, കറക്റ്റ് ഓരോ ഇതായിട്ട് അങ്ങ് പോകാന്ന് വെച്ചു. ദേവരാജ മാഷ്ടർ ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയൊരു പാട്ടുണ്ട്. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ. ഇളയരാജ ആലാപനം തേടും തായ്മനം വാരിളം പൂവേ ആരിരം പാടാ. എന്തായാലും നമുക്ക് ആ ഒരു നമുക്ക് ലാസ്റ്റ് ഇന്റർവ്യൂ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ താഴെ വന്ന് ഹേറ്റ് കമൻസ് ഇട്ട് പോയല്ലോ, ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. ഹേറ്റ് കമൻസ് ഇട്ടിട്ട് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കമ്പി അതിനല്ലോ. അതിലേക്കാണ് ഞാനും വന്നത്. എനിക്കറിയാമായിരുന്നു ഇത് പറയുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കി ഞാൻ അത് വെച്ചത് പതുക്കെ. ഓൾറെഡി പൊങ്കാല, ചെറിയ പൊങ്കാലെന്നല്ല, മില്യൺസ് ഓഫ് വ്യൂസാ. 1000-1500 കമന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു എന്നെ തെറി വിളിച്ചുകൊണ്ട്. പക്ഷെ എന്താ ഇത്ര തെറി വിളിക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. പാടിയത് മോശമാണ്, പക്ഷെ ഈ പറഞ്ഞ പോലത്തെ മോശമല്ല. എനിക്ക് ഞാൻ പാടുന്ന ആ ക്വാളിറ്റി ഒന്നും എന്തായാലും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മോശം എന്നൊന്നും പറയാനില്ല. മോഹൻലാൽ പറയുന്ന കാര്യം ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റക്കമ്പിനാദം മാത്രം മൂടും വീണാഗാനം ഞാൻ. ഒറ്റക്കമ്പിനാദം മാത്രം മൂടും വീണാഗാനം ഞാൻ. ഏകഭാവം ഏതോ താളം മൂകരാഗാനാലാപം. ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂടും വീണാഗാനം ഞാൻ.
അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും പൊങ്കാലൊന്നും എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ അലീന വീണ്ടും പാടും അടുത്ത പ്രാക്ടീസ് ചെയ്തിട്ട് പാടും. അതാണ് ആ ഒരു ജോഷുണ്ട്. അപ്പം കാരണം രവീന്ദ്ര മാസ്റ്റർ പാട്ട് ക്ലാസിക് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. ഉറപ്പായിട്ടും. അപ്പം ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ, ഞങ്ങളെ ഒറിജിനൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സിംഗ് ചെയ്യാനാണ് ഞങ്ങൾ സാധാരണ പ്രേക്ഷകരുടെ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു കേൾവിക്കാരുടെ ഒരു സംഭവം. അത് എനിക്ക് കണക്റ്റായി, അത് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ തന്നെ പോട്ടെ ജേണി. അത് വളരെയധികം കോമ്പോസിഷൻസിലേക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഏറ്റവും മേലോട്ട് ഉയരെ പോട്ടെ എന്ന് എല്ലാ തരത്തിലുള്ള ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വീണ. ഓക്കെ.